എല്ലാവർക്കും നമസ്കാരം. ഷെഫ് ട്യൂബിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു എരിശ്ശേരിയാണ്. എല്ലാവരും ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലല്ല ഗാർലിക്കൊന്നും ഇടാണ്ട് ശരി നാടൻ സ്റ്റൈലിൽ നമ്മുടെ ഓണസദ്യക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ട്രഡീഷണൽ മെത്തേഡിലാണ് നമ്മൾ എരിശ്ശേരി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്ന് നമ്മൾ മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് നമ്മൾ 1 കിലോ മത്തങ്ങ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം കഴിഞ്ഞ് ഒരേ ക്യൂബാക്കിയിട്ട് ഒരേ വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് നമ്മളതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു ഉരുളിയിൽ 2 പച്ചമുളക് കീറിയിട്ട് അല്പം കറിവേപ്പിലയും ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, ഇത്രയാണ് മുളക് പൊടി മസ്റ്റായിട്ട് ഇതിലിടണം, എന്നാലാണ് കുറച്ചും കൂടി കളർ നമുക്കിതിൽ കിട്ടുള്ളൂ. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. മത്തങ്ങയിൽ ശരിക്കും മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മളിതിനെ അടച്ചു വയ്ക്കുകയാണ്. ഇത് വേവുന്ന ടൈമിലാണ് നമുക്കൊക്കെ സൗത്ത് ഇന്ത്യൻ ഡിഷ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേവുന്ന സമയത്ത് നമുക്ക് ബാക്കി അതിൻ്റെ പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് പോവാം. ഇത് ഈ പേസ്റ്റാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ തേങ്ങ പേസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മൾ 1 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 6 ചെറുള്ളി, 2 പച്ചമുളക്, അല്പം കറിവേപ്പില, ഇത്രയാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. ഇത് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടില്ല. വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിൽ വെളുത്തുള്ളി, ചെറുപുള്ളി അല്ല സവോള ഉള്ളെങ്കിൽ അത് ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ 1/2 കപ്പ് വെള്ളം, വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിരിക്കുകയാണത്. നല്ല പേസ്റ്റാക്കി വേണം ഇതെടുക്കാൻ. അപ്പോൾ നല്ല രീതിയിൽ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇപ്പം നമ്മുടെ മത്തങ്ങയുടെ വെള്ളം എല്ലാം പറ്റി ശരിക്കും മത്തങ്ങ വെന്ത് വന്നു. ഇനി അതിലേക്ക് നമ്മൾ ഫൈൻ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് ചേർക്കുകയാണ്. ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ തൊടുകറി ആയതുകൊണ്ട് അതിന് ആ ഒരു ഭംഗി കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം മത്തങ്ങ കുക്ക് ചെയ്യാനും തേങ്ങ പേസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിക്കാനും. ഇനി അതിലേക്ക് നമ്മൾ മത്തങ്ങ എരിശ്ശേരിയിലെ മെയിൻ കണ്ടൻ്റായിട്ടുള്ള നമ്മുടെ വൻപയർ, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ, ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ല, പ്ലെയിനായിട്ട് തന്നെയാണ്, ഉപ്പ് മാത്രം ചേർത്തിട്ടാണ് വൻപയർ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ല രീതിയിൽ മിക്സ് ചെയ്തു. ആ തേങ്ങയുടെ കുത്തിൽ പോയതിന് ശേഷമാണ് നമ്മളതിൽ വൻപയർ മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മത്തങ്ങ നല്ല പേസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങ പേസ്റ്റ് ചേർത്തു, അതിലേക്ക് വൻപയർ ചേർത്തു. ഇനി നമ്മളിതിൻ്റെ മെയിൻ ഗാർണിഷായിട്ടുള്ള കടുക് വറുക്കാണ്. അതിനായിട്ട് തേങ്ങ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വറുക്കുന്നത്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ശരിക്കും ചൂടായി വന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് ചെറുപുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, 1 കപ്പ് തേങ്ങ, ഇത്ര ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല ബ്രൗൺ കളറിലാക്കി എടുക്കുകയാണ് ഇതിനെ. ശരിക്കും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഒരല്പം കൂടിപ്പോയി കഴിഞ്ഞാൽ കറുത്തു പോകും, പിന്നെ അതിൻ്റെ ടേസ്റ്റ് മൊത്തം ചേഞ്ച് ആയി പോകും. നല്ല ബ്രൗൺ ആയിട്ട് വരുമ്പോൾ നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്ര ഇട്ട് കൊടുത്തപ്പോൾ നല്ല റെഡിഷ് കളറിൽ അത് കിട്ടും. ഇത് ശരിക്കും ഓഫ് ചെയ്തിട്ട് വേണം ഇതിടാൻ, അല്ലെങ്കിൽ ആ മസാല മുഴുവൻ കരിഞ്ഞു പോകും. ശരിക്കും നമുക്കിപ്പോൾ നല്ല റെഡിഷ് കളറിൽ നമ്മുടെ മസാല കിട്ടി. ഇനി ഇതിൻ്റെ ഗാർണിഷായിട്ട് നമ്മൾ മത്തങ്ങയിലേക്ക് നമ്മൾ വറുത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അപ്പോൾ നല്ല കളർഫുള്ളായിട്ട് ഇത് കിട്ടും. ഇനി നമ്മൾ അല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവായുണ്ട്, അല്പം കൂടി ഇപ്പോൾ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കൂടി വെളിച്ചെണ്ണ അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പിലേക്ക് ഇട്ട് നല്ല അടിപൊളി എരിശ്ശേരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.